ഹലോ, ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും സെയിം ആണോ? ഒന്ന് നോക്കാം. ഹാർട്ട് അറ്റാക്ക് ഒരു സർക്കുലേറ്ററി പ്രശ്നമാണ്. നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയ്ക്ക് എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ആ ഫ്ലോയുടെ ഇടയ്ക്ക് ഒരു ക്ലോട്ടോ കാര്യങ്ങളോ വന്ന് അടിങ്ങി കിടന്നിട്ട് സർക്കുലേഷൻ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ആർട്ടറിയുടെ വോൾസ് അത് കുറച്ചുകൂടെ തിക്കായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കാർഡിയാക് അറസ്റ്റ് ഒരു സർക്കുലേറ്ററി പ്രശ്നമല്ല, അതൊരു ഇലക്ട്രിക്കൽ പ്രശ്നമാണ്. അതായത് നമ്മുടെ ഹാർട്ടിൽ കുറേ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുക, അതിനെന്തെങ്കിലും തടസ്സം നേരിടുക സംഭവിക്കുമ്പോഴത്തേക്കാണ് കാർഡിയാക് അറസ്റ്റ് അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റും. ഒന്ന് നോക്കാം. കാർഡിയാക് അറസ്റ്റിൽ ഒരാൾ സഡനായിട്ട് കുഴങ്ങി വീഴും. ആൾക്ക് വേറെ സിംറ്റംസോ കാര്യങ്ങളൊന്നും കാണില്ല, നേരെ വീഴും. അപ്പോൾ നമ്മൾ ആളുടെ ശ്വാസം നോക്കി കഴിഞ്ഞാൽ ശ്വാസം കാണില്ല, അതുപോലെ ഹാർട്ട് ബീറ്റ് നോക്കി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റും കാണില്ല. ഇതാണ് കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു സിംറ്റമായിട്ട് പറയുന്നത്. പിന്നെ ഹാർട്ട് അറ്റാക്കിൽ നമുക്ക് സിംറ്റംസ് ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ അത് മനസ്സിലായല്ലേ, രണ്ടും സെയിം അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇനിയും ഇത് വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വേണം നോക്കാനായിട്ട്. കാർഡിയാക് അറസ്റ്റിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാം, കാരണം അവിടെ ഹാർട്ട് ബീറ്റ് ഇല്ല. നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പക്ഷേ ഇൻ കേസ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഹാർട്ട് ബീറ്റ് ഉള്ളതുകൊണ്ട് CPR സ്റ്റാർട്ട് ചെയ്യേണ്ട, അതിന് പകരം പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക. ഈ രണ്ട് കണ്ടീഷനിലും ടൈമിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ സ്റ്റേ ഹെൽത്തി. ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക.